ഇന്ന് ഞങ്ങളുടെ യാത്ര തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പൂവാർ ഐലൻഡിലേക്കാണ്. നെയ്യാർ റിവറും പൂവാർ ബാക്ക് വാട്ടറും അറേബ്യൻ കടലിനോട് ചേരുന്ന സ്ഥലമാണിത്. പുരാതന കാലഘട്ടത്തിൽ മരത്തടികളും സുഗന്ധവ്യഞ്ജനങ്ങളും കച്ചവടം ചെയ്യാറുള്ള കേന്ദ്രം കൂടിയായിരുന്നു പൂവാർ. എട്ടുവീട്ടിൽ പിള്ളമാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട മാർത്താണ്ഡവർമ്മ പൂവാറിലെത്തുകയും അവിടെ നെയ്യാറിൻ്റെ ഇരുതീരങ്ങളിലായി നിന്നിരുന്ന മരങ്ങളിലെ പൂക്കൾ നദിയിൽ വീണ് നദി കൂടുതൽ മനോഹരമായത് കണ്ട് ആ നദിയെ പൂവാർ എന്നു വിളിച്ചു എന്നും ഒരു കഥയുണ്ട്. പൂവാർ കണ്ടൽക്കാടിനാൽ മനോഹരമായ ഒരു പ്രദേശമാണ്. ഈ പ്രദേശം ഒരു എക്കോട്ടോൺ കൂടിയാണ്. കടലും കായലും, അതായത് രണ്ട് വ്യത്യസ്ത ആവാസ വ്യവസ്ഥകൾ തമ്മിൽ കൂടിച്ചേരുന്ന ഇടം. അതുകൊണ്ട് തന്നെ ഒരുപാട് ജീവജാലങ്ങളാൽ സമ്പന്നമാണിവിടം. കണ്ടൽക്കാടുകൾക്കുള്ളിലെ ഈ യാത്ര എത്ര മനോഹരമാണ്! കടലുമായി നേരിട്ട് ബന്ധിച്ചതിനാൽ വേലിയേറ്റവും വേലിയിറക്കവും നമ്മുടെ ഈ ബോട്ട് യാത്രയെ ഏറെ സ്വാധീനിക്കുന്നുണ്ട്. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വെള്ളം വളരെ കുറവാണ് എന്ന് ബോട്ട് ഡ്രൈവർ പറഞ്ഞു. പൂവാർ ഐലൻഡ് ബേർഡ് വാച്ചിങ്ങിന് അനുയോജ്യമായ സ്ഥലമാണ്. ഇവിടെ ദേശാടന കിളിയെയും കാണാൻ സാധിക്കും. ആ കാണുന്നതാണ് ഏഷ്യൻ ഓപ്പൺ ബിൽ അഥവാ ചേരാകൊക്കൻ. ബിൽവർഗത്തിൽപ്പെട്ട ഇവൻ കക്കകളുടെ തോട് സുഖമായി തുറന്ന് മാംസം മാത്രം കഴിക്കുന്നതിൽ ബിരുദനാണ്. കായലിലെ ഈ ഓളങ്ങൾ ഞങ്ങളുടെ ബോട്ട് ആടിയുലയ്ക്കുന്നുണ്ടെങ്കിലും ദൂരെയുള്ള ആ കടൽ തീരത്തിൻ്റെ ദൃശ്യം ഞങ്ങളുടെ ഭയത്തെ ഇല്ലാതാക്കുന്നുണ്ട്. ഇതാണ് കായലും കടലും ചേരുന്ന പൊഴി. ഇവിടെ സന്ദർശനം വിലക്കിയിരിക്കുന്നു. ഒരുപാട് അപകടങ്ങൾ മുമ്പ് ഇവിടെ നടന്നതിനാലാണത്രേ അങ്ങനെയൊരു നടപടി സ്വീകരിച്ചത് എന്ന് ഞങ്ങളോട് ബോട്ട് ഡ്രൈവർ പറഞ്ഞു. ഈ കാണുന്നതാണ് ആനപ്പാറ. എന്ത് മനോഹരമായ ദൃശ്യമാണിത്! അങ്ങനെ ഞങ്ങൾ ബോട്ട് യാത്ര കഴിഞ്ഞ് ഗോൾഡൻ ബീച്ചിലെത്തി. കുറച്ചു നേരം അവിടെ ചെലവഴിച്ചു. യാത്രകൾ